ഹരേ കൃഷ്ണ. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 2 സാഖ്യയോഗം ശ്ലോകം 66. നാസ്തി ബുദ്ധിഃ അയുക്തസ്യ ന ചാ അയുക്തസ്യ ഭാവന ന ചാ ഭാവയതഃ ശാന്തി അശാന്തസ്യ കുതഃ സുഖം. നാസ്തി ബുദ്ധിരയുക്തസ്യ ന ചായുക്തസ്യ ഭാവേന ന ചാ ഭാവയതഃ ശാന്തി അശാന്തസ്യ കുതഃ സുഖം. ഭഗവാൻ പറയുകയാണ്, ഈശ്വരധ്യാനത്തിൽ മനസ്സുറപ്പിക്കാൻ കഴിയാത്തവന് സ്ഥിരബുദ്ധിയുണ്ടാകുകയില്ല. അവന് ആത്മജ്ഞാനം നേടണമെന്നുള്ള അഭിലാഷവും ഉണ്ടാകുന്നില്ല. ആ അഭിലാഷമില്ലാതെ വിഷയങ്ങളിൽ അലയുന്ന മനസ്സ് ശാന്തമാകുകയില്ല. മനഃശാന്തിയില്ലെങ്കിൽ ആനന്ദം എങ്ങനെ ലഭിക്കും? ഈശ്വരാർപ്പണമായ കർമ്മങ്ങളിൽ മുഴുകുക, ഈശ്വരധ്യാനത്തിൽ മനസ്സിനെ സ്ഥിരമാക്കുക, ധ്യാനത്തിൽ ഏകാഗ്രമായ മനസ്സിനെ ഭഗവാനിൽ ഉറപ്പിച്ചു നിർത്തുക, ഇതൊക്കെയാണ് മനഃശാന്തി നേടാനുള്ള മാർഗം. ഈ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ച് ചഞ്ചലചിത്തനായി വർത്തിക്കുന്നവന് ഒരിക്കലും ആത്മാനന്ദം ലഭിക്കുകയേയില്ല. പരമാനന്ദപ്രാപ്തിക്കുള്ള ചുവടുകൾ ഏകാഗ്രത, പരമാത്മബോധം, സമദർശനം, മനഃശാന്തി, പരമാനന്ദം എന്നിവയാണ്. മനസ്സിനെ ഏകാഗ്രമാക്കി അന്തര്യാമിയായ പരമാത്മ ചൈതന്യത്തിന്റെ ധ്യാനം കൊണ്ട് മായയുടെ ആവരണം അകറ്റണം. അതോടെ നിത്യസത്യമായ പരബ്രഹ്മമാകുന്ന പരമാനന്ദം അനുഭവഗോചരമാകും. ബ്രഹ്മാനന്ദം അനുഭവിക്കുമ്പോൾ ഭേദബുദ്ധിക്ക് നിദാനമായ അവിദ്യാസ്വരൂപം അകലും. അങ്ങനെ ശാന്തമാകുന്ന മനസ്സിന് ബ്രഹ്മാനന്ദ അനുഭൂതി പൂർണ്ണമായി ഉണ്ടാകും. ചഞ്ചലമായ മനസ്സിന് ജഡമായ പ്രപഞ്ച ദൃശ്യങ്ങൾ സത്യമാണെന്ന ധാരണയുണ്ടാകും. അവയിൽ ആസക്തമാകുന്ന മനസ്സ് സുഖമന്വേഷിച്ച് അലഞ്ഞു നടക്കും. സുഖത്തിനു പകരം ദുഃഖവും നിരാശയും അശാന്തിയും അനുഭവപ്പെടും. അതുകൊണ്ട് ആനന്ദാനുഭൂതിയാണ് ലക്ഷ്യമെങ്കിൽ യോഗ പരിശീലനത്തോടെ നമ്മൾ ധർമ്മം അനുഷ്ഠിക്കണം. യോഗ പരിശീലനത്തോടെ നമുക്ക് ആ ആനന്ദ അനുഭൂതിയിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കും. ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ജയിക്കേണ്ടതിന്റെ അനിവാര്യത ഭഗവാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് അടുത്ത ശ്ലോകങ്ങളിൽ പറയുന്നു. ഇതിന്റെ വാക്കർത്ഥം ഇങ്ങനെയാണ്: അയുക്തസ്യ എന്നാൽ യോഗശക്തി ഇല്ലാത്തവന്, ബുദ്ധിഹി ആധ്യാത്മിക ബുദ്ധി എന്നാണ് ഇവിടെ പറയുന്നത്, ന അസ്തി ഉണ്ടാകുന്നില്ല, ഭാവന ച സന്തുഷ്ടമായ മനസ്സ്, അഭാവയതഃ ഭാവനയില്ലാത്തവന്, ശാന്തിഹി ച മനഃശാന്തി, കുതഃ എവിടെ നിന്ന് കിട്ടാനാണ്? അതുകൊണ്ട് ആദ്യമേ തന്നെ എല്ലാവരും ചെറിയ ചെറിയ യോഗ പരിശീലനം ചെയ്യുക. അതിൽ ആദ്യത്തെ പടിയാണ്